ശക്തമായ അഭ്യർത്ഥന കേരള ഗവൺമെന്റ് നിലപാടുകളായ അഭ്യർത്ഥനകളെ അച്ചടിച്ച് പരാതിക്കുമായ ഹരിയാണക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. പരാതിക്കുമായ ഹരിയാണക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. അവരെ ഭീഷണിപ്പെടുത്തി പരാതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ എങ്ങനെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഉറപ്പില്ലാതെ ഇങ്ങനെ വന്നുപോയി ഈ കൗൺസിലിന് ജനങ്ങൾക്ക് വേണ്ടി അനന്തരങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ന്യായീകരിക്കും? ഈ ഞാൻ വരുന്നത് അല്പമെങ്കിലും ഈ നീതിന്റെ അസുഖമുള്ളവരെ എത്തണമെന്നാണ് നമ്മുടെ അഭിപ്രായം. നീതിന്റെ അസുഖം സ്ഥാപനങ്ങൾ തുടങ്ങി നിങ്ങൾ ആശയമുള്ളതാണ് ഒരു കൗൺസിൽ നടത്തുകയാണെങ്കിൽ സ്ഥാപനം തുടങ്ങുകയാണ്. ഇത്രയും വലിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. അവിടെ ഹരിയാന സർക്കാർ ആക്കലിറക്കി വിട്ടതിൽ നിന്ന് വലിയ തുക കൈക്കൊള്ളുകയാണ്. അതിനുശേഷം അവർക്ക് തന്നെ കടമെടുക്കുന്നു. ആ കടമെടുക്കുന്ന പൈസ വീണ്ടും അടുത്ത മാസം പലിശ വാങ്ങുന്നുണ്ടോ അറിയില്ല, വീണ്ടും തിരിച്ചു വാങ്ങുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളെ കൗളിപ്പിക്കുന്ന സത്യത്തിൽ വെള്ളക്കാരെ പോലും എത്തിക്കുന്നതിനാണ് ഈ വെള്ളക്കാരെ പോലും ഒരു കണ്ണടയിൽ വെച്ചാൽ വെള്ളക്കാരെ പോലും എത്തിപ്പിക്കുന്നത് നടത്തുന്നത് ഇവിടുത്തെ കൗൺസിലർമാർ 2 വനിതാ കൗൺസിലർമാർ അറിയപ്പെടുന്നത്. നമ്മുടെ അന്വേഷിക്കുന്ന സംവിധാനത്തിൽ അന്വേഷിക്കണം, സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. ആരെങ്കിലും ഇവിടെ ഒരു പാവപ്പെട്ട സർക്കാർ വിഷയക്കാരെ ഭീഷണിപ്പെടുത്തുക, അവരുടെ കുറ്റക്കെട്ടി കൈയിട്ട് വരിക, അവർക്ക് തന്നെ ആ പണം തിരികെ കൊടുക്കുക, അവരുടെ ജീവനിൽ പെട്ടിന് സംരക്ഷണം നൽകാൻ നഗരസഭയ്ക്ക് പ്രതിബദ്ധതയുണ്ട്. അവരുടെ ഹരിതകർമ്മസേനയെ സംരക്ഷിക്കുന്നതിന്റെ പ്രതിബദ്ധത നഗരസഭയ്ക്കുണ്ട്. നഗരസഭ ആ പ്രതിബദ്ധതയിൽ നിറവേറ്റും. അത് എത്ര ഭീഷണിക്ക് മുമ്പിലാണെങ്കിലും അത് ആരുടെ ഭീഷണിക്ക് മുമ്പിലാണെങ്കിലും എത്രയും ഇപ്പോൾ ഈ ആരോപണം എതിരെയുള്ളത് BJP കൗൺസിലർക്കെതിരെയാണ്. പിന്നെ എന്തിനാണ് ഈ BJP കൗൺസിലർമാർ ഈ പറയുന്ന ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്, മേയറെ വളയുന്നത്? തിരുവനന്തപുരം നഗരസഭയിൽ വലിയ രീതിയിൽ ബഹളവും പ്രതിഷേധവും തുടർന്നു. റിനു വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീധർ, ഈ പറയുന്നത് പോലെ ആരോപണം എതിരെയുള്ളത് ഒരു BJP കൗൺസിലർക്കെതിരെയാണ്. ആ BJP കൗൺസിലർക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ തന്നെ എന്തിനാണ് ഈ BJP കൗൺസിലർമാർ ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്, ഈ പറയുന്ന മേയറെ വളയുന്നത്? ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നതിന് ശേഷം ഈ ആരോപണം നിഷേധിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ, അതായത് പ്രതിപക്ഷ കൗൺസിലർമാർ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 24-ന്റെ പ്ലക്കാർഡുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ഭരണാനുകൂല കൗൺസിലർമാരും രംഗത്തുണ്ട്. തുടർന്ന് BJP പ്രവർത്തകർ അല്ലെങ്കിൽ കൗൺസിലർമാർ മേയറുടെ ഡൈസിലേക്ക് ചാടിക്കയറുവാൻ വേണ്ടി നോക്കിയിരുന്നു. തുടർന്ന് അത് തടയുന്നതിന് വേണ്ടിയാണ് ഭരണപക്ഷ കൗൺസിലർമാർ, അതായത് CPM-ന്റെയും അതുപോലെ തന്നെ CPI-യുടെയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെയും എല്ലാം തന്നെ കൗൺസിലർമാർ ഈ മേയറുടെ ഡൈസിലേക്ക് എത്തി ഇത്തരത്തിലൊരു സംരക്ഷണ വലയം തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ഇവർ തമ്മിലുള്ള ഒരു വാക്പോര്, അതായത് ഇരിപ്പിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് BJP-കാരുടെ ഭാഗത്ത്. കാരണം BJP കൗൺസിലറാണ് ഇത്തരത്തിലൊരു ഭീഷണി സഭയിൽ പ്രതിഷേധവും വാക്കേറ്റവും തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ ഓരോ വിഷയങ്ങളും വലിയ ആഴത്തിൽ ചർച്ചയാകും. അതിൽ പ്രതിഷേധമുണ്ടാകും, അതിൽ രാഷ്ട്രീയമുണ്ടാകും. എന്തായാലും ശുചീകരണ തൊഴിലാളികളുടെ വേതനവുമായി ബന്ധപ്പെട്ട്, കൺസോർഷ്യത്തിലെ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് BJP വാർഡ് കൗൺസിലർ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിലാണ്, പരാതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ വലിയ പ്രതിഷേധം ഉയരുന്നത്. റിനു, ഇനിയിപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ എല്ലാ വിഷയങ്ങളും വലിയ രാഷ്ട്രീയ ചർച്ചകളാകും, അതിൽ വാക്കേറ്റമുണ്ടാകും.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണം അത് തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ്, അത് കെട്ടിച്ചമച്ചതാണെന്നാണോ BJP വാർഡ് കൗൺസിലറും ഈ പറയുന്ന പ്രതിപക്ഷവും പറയുന്നത്? തീർച്ചയായും സുഹേൽ, കാരണം ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നാണ് BJP കൗൺസിലർമാർ ആരോപിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മേയർ ഇവരോട് ഡൈസുകളിൽ, അതായത് ഇവരുടെ ഇരിപ്പിടങ്ങളിൽ പോയി ഇരിക്കുവാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനുശേഷം സമാധാനമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും BJP കൗൺസിലർമാർ ഈ മേശപ്പുറത്ത്, അതായത് നമ്മുടെ മേയറുടെ മുൻവശത്ത് നിന്ന് മാറാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അവിടേക്ക് നിൽക്കുന്നു. ഇവർ കയറാതെ ഒരു സംരക്ഷണം വലയം തീർത്തുകൊണ്ട് CPM-ന്റെ കൗൺസിലർമാരും ഇവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും CPM കൗൺസിലർമാർ ഇപ്പോഴും പ്ലക്കാർഡുകൾ ഉയർത്തി BJP കൗൺസിലർമാരെ നേരിടുന്നതിന് വേണ്ടി പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത് അടിസ്ഥാനരഹിതമാണ്. നമുക്കറിയാം 24-ന്റെ വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ നഗരസഭയിൽ ഉയർന്നു വന്നത്. കാരണം അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ ഹരിതകർമ്മസേന അംഗത്തെ വാർഡ് കൗൺസിലർ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രതിഷേധത്തിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് BJP കൗൺസിലർമാർ, അതായത് പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നത്. എന്നാൽ ആരോപണത്തിൽ ശക്തമായ തെളിവുകളുണ്ടെന്നും ആരോപണം അതിൽ അടിസ്ഥാനരഹിതമല്ലെന്നും അടക്കം ഭരണപക്ഷം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാക്കേറ്റവും പ്രതിഷേധവുമാണ് നഗരസഭാ കൗൺസിലിൽ നടക്കുന്നത്. ഈ പറയുന്ന മേയറുടെ ടേബിളിന് മുമ്പിൽ വന്ന് പ്രതിഷേധിക്കുന്നു. പ്രതിപക്ഷാംഗങ്ങൾ ഡയസിലേക്ക് തിരിച്ചു പോകുന്നില്ല. അങ്ങനെ വാക്കേറ്റവും അതിനോടനുബന്ധിച്ച് പ്രതിഷേധവും അതിരൂക്ഷമായി തന്നെ തുടരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശുചീകരണ തൊഴിലാളികൾക്ക് 2 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. അവർക്ക് പണം ലഭിക്കേണ്ടിയിരുന്ന യൂസർ ഫീ ശേഖരിക്കുന്ന അക്കൗണ്ടിൽ പണമില്ല. 3 ലക്ഷത്തിന്റെ കുറവുണ്ട്. ആ 3 ലക്ഷത്തിന്റെ കുറവ്, ആ പണം ഈ പറയുന്ന പണം സൂക്ഷിക്കാൻ അതോറിറ്റേറ്റീവായ ഈ പറയുന്ന കൺസോർഷ്യം പ്രസിഡന്റും സെക്രട്ടറിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മറിച്ചതാണെന്നടക്കം അവർ തന്നെ ഏകദേശം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട വിവരം, പണം അവർ എടുത്തുകൊണ്ടുപോയ വിവരം വാർഡ് മെമ്പറെ അറിയിച്ചപ്പോൾ വാർഡ് കൗൺസിലർ തിരികെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ശുചീകരണ തൊഴിലാളികളുടെ പരാതി. നിങ്ങൾ ഈ വിവരം പുറത്തു പറഞ്ഞാൽ, അതായത് അക്കൗണ്ടിൽ പണമില്ലെന്ന കാര്യം പുറത്തറിയിച്ചാൽ നാടുകടത്തുമെന്നും ജയിലിലാക്കുമെന്നടക്കം BJP വാർഡ് കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ ആരോപണം 24 ആണ് റിപ്പോർട്ട് ചെയ്തത്. ആ പരാതിയിൽ മേയർ അടക്കം നടപടി സ്വീകരിച്ചിരുന്നു. ഈ പറയുന്ന കൺസോർഷ്യം പ്രസിഡന്റും സെക്രട്ടറിയും നീക്കിയിരുന്നു. പക്ഷേ ഭീഷണിപ്പെടുത്തുന്ന ആരോപണം നഗരസഭാ കൗൺസിൽ വലിയ ചർച്ചയാകുന്നു, വാക്കേറ്റമുണ്ടാകുന്നു, അതിരൂക്ഷമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. BJP പറയുന്നത് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയെ BJP വാർഡ് മെമ്പർ, വാർഡ് കൗൺസിലർ ഭീഷണിപ്പെടുത്തുന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നുമാണ് BJP-യുടെ പ്രതിരോധം, ഡിഫൻസ്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് ഭരണപക്ഷം പറയുന്നത്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. റിനു, പ്രതിഷേധത്തിന്റെ സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണ്? ഈ പറയുന്നത് പോലെ BJP അംഗങ്ങൾ, പ്രതിപക്ഷ അംഗങ്ങൾ തിരിച്ച് ഡയസിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടോ? അനുനയത്തിന് എന്തെങ്കിലും സാധ്യത ഈ ഘട്ടത്തിലുണ്ടോ? പ്രതിഷേധം അതിരൂക്ഷമായി തുടരുകയാണോ? ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഏറ്റവും മാനം കേട്ട ഒരു നടപടിയാണ്. ഒരു ജനപ്രതിനിധിക്ക് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ അടിച്ചു നൽകുന്ന, നഗരസഭ അടിച്ചു നൽകുന്ന. റിനു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. റിനു, ഇപ്പോൾ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? അനുനയത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? കൗൺസിൽ യോഗം പ്രതിഷേധമില്ലാതെ തുടരാൻ സാധ്യതയുണ്ടോ? എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത്. പ്ലക്കാർഡുകളുമായാണ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്. 24 വാർത്തയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം ചർച്ചയായത്. ഇത്തരത്തിൽ BJP കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് BJP കൗൺസിലിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഡിഫൻസുമായി, പ്രതിരോധവുമായി മുന്നോട്ട് വരുന്നു. റിനു ശ്രീധരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നഗരസഭാ കൗൺസിൽ വലിയ പ്രതിഷേധം അത് അങ്ങനെ തന്നെ തുടരുന്നു.